തക്കാളി ഇട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. ഈ കറിക്ക് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 കപ്പ് തക്കാളി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നീട് ഒരു 10 ചുവന്ന മുളക് മുറിച്ച് വെച്ചിരിക്കുന്നത്, 2 കറിവേപ്പിലത്തണ്ട്. പരിപ്പ് 1/4 കിലോ പരിപ്പ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അതിനെ കഴുകി വാരി ഒരു കുക്കറിലിട്ട് അതിന് മുകളിൽ അതിൻ്റെ അത്രയും തന്നെ മുകളിലേക്ക് വെള്ളം നിൽക്കുന്നത് പോലെ നമ്മൾ വെച്ച് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വരുന്ന വരേക്കും വേവിക്കണം. നന്നായി ഈ പരിപ്പ് നന്നായി വേവുന്നതാണ് നല്ലത്, വെന്ത് പൊടിയുന്നതാണ് നല്ലത്. പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുക്കർ വാങ്ങി വെക്കണം. അതിൻ്റെ പ്രഷർ തനിയെ അടങ്ങുന്നവരെ അത് ഇരുന്നോട്ടെ. നമ്മൾ അതിനിടയിൽ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. ആ കടുക് പൊട്ടിയ ഉടനെ നമ്മൾ ഒരു ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകം അതിലേക്കിടാം. ജീരകം ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നീട് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ടൊന്ന് നന്നായി വഴറ്റണം. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റുക. അതൊന്ന് വഴന്നു വന്ന ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, സവാളയോ ചുവന്നുള്ളിയോ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിടാവുന്നതാണ്. ചുവന്നുള്ളി ആയിരിക്കും ഏറ്റവും ഗുണമുള്ളത്. അത് ഇട്ട് നന്നായി അങ്ങ് വഴന്ന് വരട്ടെ. ഒത്തിരി ചുവന്ന് പോകേണ്ട ആവശ്യമില്ല. നന്നായി ആ ഉള്ളി നന്നായി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇടാം. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം തക്കാളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നവരെ നന്നായി ഒന്ന് വേകുന്നവരെ അങ്ങനെ എടുക്കാം. അതിനുശേഷം കുക്കറിലെ പ്രഷർ ഇപ്പോൾ പോയി കാണും. കുക്കർ തുറന്ന് ആ വെന്തുടഞ്ഞ പരിപ്പ് നമുക്ക് ഈ വഴറ്റി അതൊരു വേറൊരു പാത്രത്തിലേക്ക്, കുക്കിംഗ് പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് മതിയാകും. അതിലേക്ക് ഈ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നതിടാം. ഇതിലേക്ക് വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തന്നെ ഉണ്ട് ധാരാളം. അത് മതിയാകും ഇതിൻ്റെ ടേസ്റ്റിന്. ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. എന്നിപ്പോൾ ഞാൻ വഴറ്റിയതൊന്ന് കഴുകി ഒഴിച്ചു. ഇനി ഇത് കുറച്ച് നേരം തിളച്ച് ആ തക്കാളിയെല്ലാം ആ കറിയോട് ചേർന്ന് വരുമ്പോൾ നന്നായി തിളച്ച് ഒരല്പം വെള്ളം ഒന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായി തിളച്ച് നന്നായി കുറുകണം. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെയുള്ള നല്ലൊരു കറിയാണ്. ഒരു 10 മിനിറ്റ് നേരത്തോളം തിളച്ചാലും നല്ലതാണ്. എന്നാലേ അത് ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ചേരുവകൾ അതിലേക്ക് പരിപ്പിലേക്ക് നന്നായി മിക്സ് ചെയ്ത് വരികയുള്ളൂ. നമുക്കിതിപ്പോൾ വിളമ്പാൻ റെഡിയായി കഴിഞ്ഞു. ഒരു പാത്രത്തിലേക്ക് വിളമ്പി നമുക്കിതെടുത്ത് വയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.